ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NMS മാറ്റിലെ നമ്പർ സീരീസ് എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ട്രിക്സ് ഉപയോഗിച്ച് ചെയ്ത് പഠിച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ട്രിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. നമ്പർ സീരീസിലെ ആദ്യത്തെ ചോദ്യം 1, 4, 9, 16 അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഇത് പലരും കണ്ടിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. 1 തൊട്ട് 4 വരെയുള്ള സ്ക്വയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സംഖ്യയുടെ സ്ക്വയർ ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ 25 അടുത്ത സംഖ്യയുടെ സ്ക്വയർ. അടുത്ത ചോദ്യം 0, 5, 8, 17, 24, 37 അടുത്തത് എത്ര എന്നാണ് അടുത്ത ചോദ്യം. 1ന്റെ സ്ക്വയർ. ഇവിടുത്തെ റിലേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയേഴ്സ് തമ്മിലുള്ള ഒരു ചെറിയ റിലേഷനാണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. അതിൽ നിന്ന് -1 ചെയ്യുമ്പോൾ 0 കിട്ടും. 2ന്റെ സ്ക്വയർ 4, അതിനോട് +1 ചെയ്യുമ്പോൾ 5 കിട്ടും. 3ന്റെ സ്ക്വയർ ആയാലോ അത് 9. 9ൽ നിന്ന് 1 കുറയ്ക്കുന്നതല്ലേ 8. 4ന്റെ സ്ക്വയർ 16 ആണ്. അതിനോട് +1 ചെയ്യുക, അപ്പോൾ 17 കിട്ടും. ഇനി 5ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25 ആണ്. അതിൽ നിന്ന് -1 ചെയ്താൽ 24 കിട്ടും. 6ന്റെ സ്ക്വയർ നോക്കുമ്പോഴോ അത് 36 ആണ്. അതിൽ +1 ചെയ്യണം, അപ്പൊ 37 കിട്ടും. 7ന്റെ സ്ക്വയർ അടുത്തതിന്റെ ആൻസർ ആണിത്. 7ന്റെ സ്ക്വയർ 49. അതിൽ നിന്ന് -1 ചെയ്യുക, കാരണം പ്ലസ് ചെയ്യുക, കാരണം ഇതിന്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പ്ലസ് ആയിരുന്നു വന്നേ, അതുകൊണ്ട് മൈനസ് ചെയ്യും. അപ്പൊ 48 കിട്ടും. 48 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ നമ്പർ സീരീസ് പെർഫെക്റ്റ് ആയിട്ട് സൂപ്പറായി പെട്ടെന്ന് ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് 1 തൊട്ടുള്ള 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് നമ്മൾ പഠിച്ചു വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ടൈം മാനേജ്മെന്റിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്ന നിലക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സ്ക്വയേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ട്രിക്സ് ആയാലോ. നമ്മളിന്ന് എൻഡിൽ 5 വരുമ്പോൾ എങ്ങനെ അതിൻ്റെ സ്ക്വയേഴ്സ് കാണാം എന്നൊരു ട്രിക്കാണ് ഇന്ന് ഞാൻ. ഒരു ചെറിയ ട്രിക്കാണ്, ഒന്ന് പറഞ്ഞു തരികയാണ്. ആദ്യം 5ന്റെ സ്ക്വയർ നോക്കണം. 5ന്റെ സ്ക്വയർ എത്രയാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ്. 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 5ന്റെ സ്ക്വയർ. അതൊരു വേറെ ഭാഗാട്ടോ, അതതിൽ പെട്ടതല്ല. അപ്പൊ ആ 25 ആ നമ്പറിന്റെ എൻഡിങ്ങിൽ എഴുതി വെക്കുക. പിന്നെ 7ന് തൊട്ടടുത്തുള്ള സംഖ്യ അത് 8 അല്ലേ, ആ 8ഉം പിന്നെ ഉള്ള ആ 7ഉം ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 56 കിട്ടും. ആ 56 അവിടെ എഴുതുക. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി 5625. വേറൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 85ന്റെ സ്ക്വയർ ചെയ്ത് നോക്കാം. 5ന്റെ സ്ക്വയർ 25 8ന് തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്? അത് 9 8ന് തൊട്ടടുത്തുള്ള നമ്പർ. ആ 9ഉം ഉള്ള ആ 8ഉം കൂടിയിട്ട് ഇൻറ്റു ചെയ്യാം, അപ്പൊ 72 കിട്ടും. അപ്പോൾ ആ 72 അവിടെ എഴുതും. 7225 ആൻസർ. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. പിന്നെ നമുക്ക് വേറൊരു ട്രിക്ക് ആയാലോ. ഇതിന് വേണ്ടിയിട്ട് വേറെ ഏത് നമ്പേഴ്സ് ആയാലും എൻഡിൽ 5 വരുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി വേറെ വല്ല നമ്പേഴ്സ് വേണമെങ്കിൽ ചെയ്യാനുള്ള വേറൊരു ട്രിക്ക്. 53ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 9 3ന്റെ സ്ക്വയർ. ആദ്യം ആ 3ന്റെ സ്ക്വയർ നോക്കുക. അപ്പോൾ അത് 9. അതിന് മുമ്പ് ഒരു 0 ഇട്ട് കൊടുക്കണം, കാരണം 4 ഡിജിറ്റ് നമുക്ക് തേക്ക് ചെയ്യണം. പിന്നെ 5ന്റെ സ്ക്വയർ അത് 25 എല്ലാവർക്കും അറിയാം. പിന്നെ ഈ 2 നമ്പേഴ്സും ഇൻറ്റു ചെയ്യുക, അപ്പൊ നമുക്ക് 15 കിട്ടും. അതിന്റെ ഇരട്ടി ചെയ്യുക, അതായത് 30 നമുക്ക് കിട്ടുക. അപ്പോൾ 30 അവിടെ ഇട്ട് കൊടുക്കുക. എൻഡിൽ എപ്പോഴും ഒരു 0 ഇട്ട് കൊടുക്കണം. പിന്നെ ഇനി ഇത് നമ്മൾ കൂട്ടുക. 9 പ്ലസ് ചെയ്യുമ്പോൾ അത് 9 കിട്ടും. പിന്നെ 0 8 2 2809 53ന്റെ സ്ക്വയർ. ഇനി വേറൊരു നമ്പർ ചെയ്ത് നോക്കാം. 23ന്റെ സ്ക്വയർ. 23ന്റെ സ്ക്വയർ ഫസ്റ്റ് 0 9 ഇട്ട് കൊടുക്കുക. 4 ഡിജിറ്റ് തേക്ക് ചെയ്യണം, അതുകൊണ്ടാണ്. അതേപോലെ 2ന്റെ സ്ക്വയർ 0 4 ഇട്ട് കൊടുക്കുക. പിന്നെ 2 × 3 ആദ്യം 0 ഇട്ട് കൊടുത്തിട്ട് 2 × 3 6 6ന്റെ ഇരട്ടി 12. ഇനി ഇത് തമ്മിൽ ഒന്ന് കൂട്ടുക. 9 2 5. അപ്പോൾ 529
ആൻസർ വരുന്നത്. ഇതേപോലെ ഞാനൊരു വേറൊരു നമ്പർ തരാം, അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. 89ൻ്റെ സ്ക്വയർ ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. ഇന്നൊരു ചോദ്യമായാലോ, 0, 3, 8, 15, 24 അടുത്തത് ഏതെന്നാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ. റിലേഷൻ നോക്കാം. 1ൻ്റെ സ്ക്വയർ 1, അതിൽ നിന്ന് -1 ചെയ്യുമ്പോൾ 0 കിട്ടും. 2ൻ്റെ സ്ക്വയർ 4ൽ നിന്ന് -1 ചെയ്യുമ്പോൾ 3 കിട്ടും. 3ൻ്റെ സ്ക്വയർ 9, അതിൽ നിന്ന് -1 ചെയ്യുമ്പോൾ 8 കിട്ടും. 4ൻ്റെ സ്ക്വയർ 16, അതിൽ നിന്ന് -1 ചെയ്യുമ്പോൾ 15 കിട്ടും. 5ൻ്റെ സ്ക്വയർ 25, അതിൽ നിന്ന് -1 ചെയ്യുമ്പോൾ 24 കിട്ടും. അപ്പോൾ അടുത്ത സംഖ്യയുടെ സ്ക്വയർ 6ൻ്റെ സ്ക്വയർ 36 അതിൽ നിന്ന് -1 ചെയ്യുമ്പോൾ നമുക്ക് 35 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത സംഖ്യയുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 35 ആൻസർ. ഇനി അടുത്തൊരു ചോദ്യമായാലോ, 5, 26, 65, 122 അടുത്ത സംഖ്യ 5ൻ്റെ സ്ക്വയർ 4, അതിനോട് 1 കൂട്ടിയാൽ 5 കിട്ടും. 5ൻ്റെ സ്ക്വയർ ആയാലോ, അത് 26 ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 25 + 1 26 കിട്ടുന്നത്. ഇത് തമ്മിൽ +3 കൂട്ടിയിട്ടാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന വഴി. അപ്പോൾ 5നോട് 3 കൂട്ടിയതാണ് 8. 8ൻ്റെ സ്ക്വയർ 64 + 1 65. അതേപോലെ 8നോട് 3 കൂട്ടുന്നതാണ് 11. 11ൻ്റെ സ്ക്വയർ 121. അതിനോട് 1 122. 14ൻ്റെ സ്ക്വയർ ആണെങ്കിലോ 196. അതിനോട് 197. അതാണ് കറക്റ്റ് ആൻസർ. വീഡിയോസിലെ ട്രിക്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ.